മധുരം ഒരുപാട് കഴിച്ചതുകൊണ്ട് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് വരുമോ? പ്രമേഹമുള്ളവർക്ക് ചോറ് കഴിക്കാൻ പറ്റുമോ? ആണെങ്കിൽ തന്നെ എത്ര അളവിൽ അവർക്ക് കഴിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഈ പ്രമേഹം ഉള്ളവർക്ക് ഷുഗറിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുമായിട്ട് ഒരുപാട് പേഷ്യൻസ് ഒപിയിൽ വരാറുണ്ട്. അപ്പൊ ഇത്തരം സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഡോക്ടർ ശ്രീകല, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ സോമയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാം, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് ഇൻസുലിൻ എന്ന ഹോർമോൺ കുറവ് കാരണമോ അല്ലെങ്കിൽ അതിന്റെ അഭാവം കാരണമോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ കാരണമോ ഒക്കെ ഉണ്ടാകാം. നോർമലി കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് ഈ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീര കോശങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ. ഈ കോശങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ കോശങ്ങളുടെ ഭിത്തികളിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വഴി മാത്രമേ ഇൻസുലിന് കോശങ്ങളുടെ ഉള്ളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് ഇൻസുലിൻ എടുക്കാൻ കഴിയാതെ വരികയും അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്താൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ, രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കൂടാനും കാരണമാകുന്നുണ്ട്. ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് നിയന്ത്രണാതീതമായിട്ട് പോകുന്നവർക്ക് അത് എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം, അതിന് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും അവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഷുഗർ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ ചായയിലിടുന്ന പഞ്ചസാര മാത്രമല്ല ഈ ഷുഗർ എന്ന് പറയുന്നത്. നമ്മുടെ ഐസ്ക്രീംസ്, ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, ഇതിലൊക്കെ ധാരാളം നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റനിങ് ഏജൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഷുഗറും കൂടി നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുകൂടാതെ മറ്റൊന്നാണ് നമ്മുടെ വൈറ്റ് റൈസ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ചോറാണെങ്കിലും ഇഡ്ഡലി, ദോശ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പം ഇത് ഈ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു മിതമായ രീതിയിൽ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പം നിങ്ങളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം മാത്രം നിങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റ് എടുക്കുക. അതായത് ചോറാണെങ്കിൽ ചോറ് ഒരു 1/4 ഭാഗം എടുക്കുക, 1/4 ഭാഗം പ്രോട്ടീൻ എടുക്കുക. ആ പ്രോട്ടീന് നിങ്ങൾക്ക് ഫിഷ് ആവാം, മീറ്റ് ആവാം, ചിക്കൻ ഒക്കെ ആവാം. റെഡ് മീറ്റുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മുട്ടയാവാം പ്രോട്ടീന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഒരു 1/4 ഭാഗം ധാരാളം പച്ചക്കറികൾ, വെജിറ്റബിൾസ് എടുക്കുക. ഒരു 1/4 ഭാഗം ഫ്രൂട്ട്സും എടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തിയാലും അത് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ആയിട്ട് മാറില്ല. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ആപ്പിൾ, പേരയ്ക്ക, സബർജില്ല, ഓറഞ്ച് എന്നിവയൊക്കെ. അതൊക്കെ പ്രമേഹ രോഗികൾക്ക് മിതമായ രീതിയിൽ കഴിക്കാവുന്നതാണ്. എന്നാൽ അധികം പഴുത്തതോ അല്ലെങ്കിൽ അമിതമായിട്ടോ കഴിക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും അളവിലാണ് നിങ്ങൾ ചോറ് കഴിക്കേണ്ടത്. ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗം മാത്രമേ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറ് എടുക്കാൻ പാടുള്ളതുള്ളൂ. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് തീരെ ചോറ് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കഴിക്കേണ്ടത്. പിന്നെ നിങ്ങൾ അരി എടുക്കുന്ന സമയത്ത് തവിടുള്ള അരി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ടായിരിക്കും. മുഴുധാന്യങ്ങളാണ് ഒന്നും കൂടെ നല്ലത് എന്ന് പറയുന്നത്. ഇനി ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിലും അമിതവണ്ണം ഉള്ള ആളുകളാണെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും. അതുപോലെ അമിതവണ്ണം ഉള്ളവർക്ക് അത് കുറയ്ക്കാനും നോർമൽ ഭാരത്തിലേക്ക് എത്താനും അവർക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ പ്രധാനമായും 16:8 എന്നുള്ള ആ ഒരു റേഷ്യോയിലാണ് കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അതായത് 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ ഒരു രീതി. അപ്പോൾ ഈ 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പം 10 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കുക, അതുപോലെ തന്നെ ഒരു രാത്രി ഒരു ഈവനിങ് 6 മണിയാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ 6 മണിയോടുകൂടി നിങ്ങൾ ഡിന്നറും കഴിക്കുക. അങ്ങനെ ആ ഒരു 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, പിറ്റേന്ന് രാവിലെ 10 മണി വരെ നിങ്ങൾ പിന്നെ ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്, അതുപോലെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം. പക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഈ 16 മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഉറങ്ങുന്ന സമയം ഒരുപാട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിശപ്പിന്റെ ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൂടാതെ നിങ്ങൾ 8 മണിക്കൂർ കഴിക്കുന്ന സമയത്ത് അമിതമായിട്ട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക. 2-3 ബിരിയാണി അല്ലെങ്കിൽ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതിരിക്കുക. നല്ല രീതിയിലുള്ള ധാന്യങ്ങളും അതുപോലെ തന്നെ
പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഒരു മിതമായ രീതിയിൽ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. കൂടാതെ ഈ 16 മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പം ഈ 16 മണിക്കൂറൊക്കെ നമ്മുടെ ബോഡിയിൽ ഫാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓട്ടോഫാജി എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ട് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളും മൃതകോശങ്ങളൊക്കെ നമ്മുടെ ശരീരം തന്നെ പുറന്തള്ളുന്ന ഒരവസ്ഥയാണ് ഓട്ടോഫാജി. അപ്പോൾ ഈ ഓട്ടോഫാജി എന്നൊരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുകയും അതുവഴി നമ്മുടെ അമിതവണ്ണമാണെന്നുണ്ടെങ്കിലും കെട്ടിക്കിടക്കുന്ന ചീത്ത കൊളസ്ട്രോൾ, കൊഴുപ്പ് എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ അതിലൂടെ പോകാൻ അത് വളരെയധികം സഹായിക്കും. ഇപ്പോൾ പ്രമേഹമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പ്രത്യേകിച്ച് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അത് പ്രമേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, സൺലൈറ്റ് കൊണ്ടാൽ മതി. ഇപ്പോൾ ദിവസം ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളുക. അത് ഫേസിലേക്ക് തന്നെ കൊള്ളണമെന്നില്ല, ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് കൊണ്ടാലും മതി. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എന്നുള്ളത്. ദിവസവും നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നടത്തമാവാം, ഓട്ടമാവാം, സൈക്ലിംഗ്, എന്താണെങ്കിലും എറോബിക് എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഒരു 6 to 8 മണിക്കൂർ നിങ്ങൾ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ പോലെ, മെഡിറ്റേഷൻ പോലെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അപ്പോൾ 7 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ പല ആൾക്കാരുടെയും സംശയമാണ് നമുക്ക് ഈ ഷുഗറിന് പകരം വേറെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നമ്മുടെ സ്റ്റീവിയ പ്ലാന്റിൻ്റെ ഇലകൾ നമ്മുടെ സൗത്ത് അമേരിക്കയിലൊക്കെ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരൊക്കെ ഷുഗറിന് പകരം ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റീവിയ പ്ലാന്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല, കലോറി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഷുഗറിനെക്കാട്ടിലും എത്രയോ മടങ്ങ് മധുരം അതിന് കൂടുതലുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം അവരൊക്കെ ചെയ്യുന്ന സൗത്ത് അമേരിക്കയിലൊക്കെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റീവിയ പ്ലാന്റിൻ്റെ 7 to 8 ഇലകൾ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇലകൾ നേരിട്ട് ഉപയോഗിക്കരുത്, ഇലകളുടെ എക്സ്ട്രാക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഈ എക്സ്ട്രാക്റ്റ് എവിടെയാണ് ഷുഗർ വേണ്ടത് അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കലോറിയോ കാർബോഹൈഡ്രേറ്റ്സോ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഇത് അമിതമാവാനും പാടില്ല. അമിതമായിട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ്, പ്രഷർ എന്നിവ കുറയാൻ, അതുപോലെ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. 4 mg/kg എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളത് പറയാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റും ഷുഗറും കുറഞ്ഞ ഭക്ഷണങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്കറികൾ എന്നുള്ളത്. അപ്പോൾ ഇലക്കറികൾ നിർബന്ധമായിട്ടും പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് രാവിലെയും രാത്രിയിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചീരയില, മുരിങ്ങയില, അതുപോലെ നമ്മുടെ കോളിഫ്ലവർ, ബ്രോക്കോളി, പയറില എന്നിവയൊക്കെ ഇവർക്ക് ഉപയോഗിക്കാം. ഇതിലുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അതുപോലെ ഫൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ പ്രമേഹത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കൂടാതെ ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ആഹാരമാണ് മുട്ട എന്ന് പറയുന്നത്. മുട്ടയിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു 3-4 മുട്ടയുടെ വെള്ള ആണ് നിങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് ഇവർ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ചെറുമീനുകൾ. നമ്മുടെ മത്തി, അയല, ചൂര, നത്തോലി പോലെയുള്ള ചെറുമീനുകൾ ഇവർക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊരിച്ച് ഫ്രൈ ആക്കി കഴിക്കുന്നത് നിങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇനി 4മതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടതാണ് ലീൻ മീറ്റ്. ലീൻ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കനാണ്. റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. അതായത് ബീഫ്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റുകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും വളരെ നല്ലതാണ്. കൂടാതെ ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നട്ട്സ്. നട്ട്സിൽ പ്രധാനമായിട്ടും നമ്മുടെ വാൾനട്ട്, ബദാം എന്നിവയൊക്കെ ഇവർക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ HDL, നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നു. കൂടാതെ ഇതിൽ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കൂടാതെ നിങ്ങൾ കഴിക്കേണ്ട മറ്റൊന്നാണ് അവോക്കാഡോ. അവോക്കാഡോയിൽ നല്ല ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. കൂടാതെ ഇതിൽ ഫൈബേഴ്സും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്.
മറ്റൊന്നാണ് മഷ്റൂം. ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ വെള്ളരിക്ക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വെള്ളരിക്കയിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതുകൂടാതെ വൈറ്റമിൻ കെയും അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ കെ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ജോയിന്റിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. കൂടാതെ നിങ്ങൾ ടൊമാറ്റോ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് സാലഡുകളിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ടൊമാറ്റോയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെയും അതുപോലെ തന്നെ BP-നെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് യോഗേർട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വയറിൽ നല്ല ബാക്ടീരിയനെ വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷുഗറിനെ കൺട്രോളിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ നമ്മൾ ഡയബറ്റീസിന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. നമ്മളൊരു രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും മാനസികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും പഠിച്ച് കൃത്യമായിട്ട് അപഗ്രഥിക്കും. അതിന് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായം തേടുന്നതാണ്. അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. CGM, ജിംനിമ പോലുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ടായിരിക്കും. അവരുടെ എല്ലാ ലക്ഷണങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് മെഡിസിൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ പരിശോധനയിലൂടെ മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രമേഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.